ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോമോസ് ഉണ്ടാക്കാം. ഒരു പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഭാഗം ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാമാണ്. ഇവിടെ ഇഞ്ചി ഇഷ്ടമില്ലാത്തതാണ് ഇഞ്ചി എടുത്തിട്ടില്ല. ഇത്രയും സാധനങ്ങൾ. പിന്നെ കുറച്ച് ചിക്കൻ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലൊന്നും ഇല്ല കേട്ടോ, ഇത് ശരിക്കും ഇതാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കണ്ടോ, ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാൻ വെച്ചു. ഞാൻ കുറച്ച് ഓയിൽ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ മറ്റേതൊക്കെ വരണ്ടേ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനകത്തിലേക്ക്, അപ്പോൾ എളുപ്പം വഴന്നോളും. 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഞാൻ ഗോതമ്പ് പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലുണ്ടല്ലോ, മറ്റേ മൈദയ്ക്ക് അത്രയും നല്ലതല്ലല്ലോ. അത് കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന കാരണം ഞാൻ രണ്ടും മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിനകത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ ഇത് കുഴച്ചെടുക്കാം. കുറച്ച് ഓയിലും കൂടി ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് സ്മൂത്തായിട്ട് പരന്ന് കിട്ടും. ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. 5 മിനിറ്റ് ഇരിക്കട്ടെ. വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊടികൾ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ ഉള്ളൊരു ക്യാപ്സിക്കം ഇട്ടോ കേട്ടോ, എൻ്റെ അടുക്കൽ അതൊന്നും ഇല്ല, അത് കാരണമാണ്. 1 സ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഒരുപാട് എരിവ് വേണ്ട, എന്നാലും നല്ല എരിവ് വരും. കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് റോസ്മേരി ഇട്ട് കൊടുക്കാവേ, നല്ല ഫ്ലേവർ ഉണ്ടാവും. 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ, കുറച്ചും കൂടി ഒഴിച്ചേക്കാം. ഇവിടെ ഇഷ്ടമാണ്, അത് കാരണം മിക്സ് ചെയ്യാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇച്ചിരി വലിപ്പത്തിൽ പരത്തിയിട്ട് മുറിച്ചെടുത്താലും മതി. അതാകുമ്പോൾ ഒരേ വലിപ്പത്തിൽ കിട്ടുമല്ലോ. പരത്തിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇത് വെച്ച് മുറിച്ചെടുക്കാം കറക്റ്റായിട്ട്. ഒരേ വലിപ്പം. ഒരു പുട്ടിൻ്റെ അടപ്പാണ്, അത് വെച്ച് പ്രസ് ചെയ്തെടുക്കാം. നമ്മൾ ആ വെജിറ്റബിൾ എല്ലാം സോർട്ട് ചെയ്ത് വെച്ചിരുന്നത് എല്ലാം ആറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ മിൻസ് ചെയ്ത് വെച്ചല്ലേ, അതും കൂടി ഇതിനകത്തിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾ. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. പീസ് കേട്ടോ. നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇതിനകത്തിൽ ഫില്ല് ചെയ്തിട്ട് മടക്കിയെടുക്കാം. പതുക്കെ ഇങ്ങനെ ചുറ്റി വെച്ചേക്കാം. ഡെല്ലിപ്പാത്രം വെച്ചിട്ട് അതിനകത്തിൽ ഒരു തട്ട് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ബോള് അതിനകത്തിലേക്ക് പെറുക്കി വയ്ക്കാം. എണ്ണ തൂത്ത എന്തിനാണെന്നറിയാവോ? ഇത് പിടിക്കാതിരിക്കാനാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. മൈദ തന്നെയാണെങ്കിൽ നല്ല ഇത് കിട്ടും നമുക്ക് വെക്കാനായിട്ടും.
ഇങ്ങനെ പരത്തി എടുക്കാനും. ഗോതമ്പ് പൊടിയും കൂടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, അടച്ചു വയ്ക്കാവേ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വേഗം. എന്നിട്ട് നമുക്കെടുക്കാം. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാവേ. വെന്തിരിപ്പുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ എടുത്തിട്ട്. ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ. ഇനി ഞാൻ കഴിച്ച് കാണിക്കാവേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണേ. നല്ല രുചിയുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.